ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ടൈം 6 ആയി മോർണിംഗ്. ഇന്നെൻ്റെ 7th ഡേ ഇൻ ലക്ഷദ്വീപ് മിനിക്കോയ് ഐലൻഡാണ്. ഇന്ന് നമ്മൾ ചെറിയൊരു പിക്നിക്കിന് പോകണം കേട്ടോ. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇന്നലെ രാത്രി ഞാൻ കാണിച്ചായിരുന്നു. സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനി പോണ വഴിയിൽ കാണിക്കാം. അവിടെ നല്ല സൺ ടാൻ കിട്ടും എന്നാണ് പറയണേ. പോയി കരിഞ്ഞുണങ്ങി വരാം. ഇപ്പോൾ നമ്മൾ തുണ്ടിയിലെത്തി. ഇവിടെ ഇനി ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ബോട്ട് വന്നതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ബോട്ടിലായിരിക്കും ഇനി വിരിങ്കിലിയിൽ വരെ പോകുന്നത് കേട്ടോ. നമുക്കപ്പോൾ നല്ലൊരു സൺറൈസ് കിട്ടിയിട്ടോ. നല്ലൊരു സൺറൈസ്. ഇപ്പോൾ കടൽ കുറച്ച് റഫാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ബോട്ടിൽ പോകുന്നതിൽ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നിയേക്കാം. ഗൈസ്, അതാണ് നമ്മൾ പോകുന്ന ബോട്ട്. ഫൈനലി ഇതാ ബോട്ട് എത്താറായി. ഇതാ നമ്മൾ അവിടെ ചെന്നതിന് ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് വിറകും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. അവിടെ ഉണ്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെതാ നമ്മളിപ്പോൾ ഇവിടെ എത്തി. ഓരോരുത്തരായിട്ട് ഇറങ്ങണം. നമ്മൾ വിരിങ്കിലി ഐലൻഡിലെത്തി. ഓരോന്നായിട്ട് ഇവിടെ ബോട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ, വെള്ളവും എല്ലാമായിട്ട് സെറ്റ്. ഇവിടെ ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരിക്കാണ്ട് പോണേ കേട്ടോ. സുഖം സുഖമായി. നമ്മളൊരു വീഡിയോ ഷൂട്ടിന് വേണ്ടി സാരിയൊക്കെ കൊടുത്ത് വന്നിട്ടുണ്ട്. സാരി എന്നൊന്നും പറയാൻ പറ്റില്ല. ആ രീതിയിൽ വെറുതെ കാരണം എൻ്റെ ഈ സാരി മാത്രമേ ഉണ്ടായുള്ളൂ. വേറെ ഫ്ലോറലൊന്നും ഉണ്ടായില്ല. ഇതാണ് നല്ല സ്റ്റിഫായിട്ടുള്ളതാണ്. देखो वो तो बहुत मजे ले रही है. देखो जैस्मिन का शूट चल रहा है इधर, फोटो शूट. Sari temmela uttuni ora bodu sari olage mooduge baku legends veneya maamuliya. Wow, engane undayirunnu photo shoot. നല്ലൊരു സാരി എടുത്തിട്ട് വരണം. അത് കുഴപ്പമില്ല, ഇതും സൂപ്പർ ആയിരുന്നു. എനിക്കൊരു ഫ്ലോറൽ സാരി എടുത്തിട്ട് അവിടെ ആ സീൻ അടിക്കണം എനിക്ക്. കറക്റ്റ് ഫോട്ടോ ഈ വെയിലിൽ ആരും വരുമോ ഫോട്ടോ എടുക്കാൻ വേണ്ടി? അത് കുഴപ്പമില്ല. ലോബ്സ്റ്റർ കിടക്കുന്നു. നമ്മളിവിടെ ഫിഷിംഗ് ആണ്. അപ്പോൾ ഞങ്ങളെന്താ ചെറിയൊരു റെസ്റ്റിംഗ് പരിപാടിയിൽ എൻ്റെ ചെറിയൊരു വീഡിയോ റീൽ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ വെയിലായ
ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. നല്ലൊരു സാരി ഇനി കിട്ടണയാണെങ്കിൽ സാരിയിൽ വീണ്ടും എപ്പോഴേലൊക്കെ എടുക്കാം. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ കണ്ടോ ബാക്കിൽ ടെൻ്റ് കെട്ടി ഇവിടെ ഇവിടെ എന്താണ് അടുപ്പ് പോലെ ഇങ്ങനെ സെറ്റാക്കി. ഇവിടെയാണ് ഇനി നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതുപോലൊരു ബിൽഡിങ്ങും പിന്നെ ഇതൊരു ബിൽഡിങ് കേട്ടോ. ഇത് മാത്രമാണ് ഇവിടെ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഇതിന് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് കഴിയുമ്പോൾ വല്ല കോസ്റ്റ് ഗാർഡിൻ്റെയോ അല്ലെങ്കിൽ വല്ല റെസ്റ്റ് റൂമെല്ലാം പണിയോന്നാവും. കാരണം ഇത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐലൻഡായിട്ട്. ബോട്ടിലല്ലാണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ബോട്ടിൽ തന്നെ വരണം. നമുക്ക് ചെറിയൊരു വഞ്ചെടുത്ത് തുഴഞ്ഞു വരാനോ അതുമല്ല എന്താ പറയുക നീന്തി വരാനോ ഒന്നും പറ്റണ ഒരു ഇതല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. വേറൊരു കാര്യം ഞാനിപ്പോൾ കാണിച്ചത്. ഇത് നോക്കിക്കേ, 4/4/1969. അപ്പം കണ്ടുള്ള എന്തോ ആണ് കേട്ടോ ഇത്. നോക്കാം. ഇതാ മീൻ പിടിക്കാൻ വേണ്ടി പോയേക്കുന്ന നമ്മുടെ ബോട്ട്. അങ്ങനെ മീൻ പിടിച്ചു. ഈ മീനിനെ ഇട്ടിട്ട് വേണം ഇനി അടുത്ത മീനിനെ പിടിക്കാനായിട്ട് കഴിക്കാനായിട്ട്. ഇതിൻ്റെ ഹിക്ക എന്നാട്ടെ ഇതിനെ പറയണത്. നീല അതേ നീല. അവസാന ശ്വാസം വലിക്കണം. ഗൈസ് ഇത് വെച്ചകണണ്ടോ ഒന്നും വിചാരിക്കണ്ട. നല്ല വെയിലുണ്ട്, പൊള്ളിപ്പോണ്, തലയും വേദനിക്കണം ഇങ്ങനെ നോക്കി. അപ്പോൾ ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഡയറക്റ്റ് കണ്ണിലോട്ട് അടിക്കണ്ടല്ലോ, അതൊരു ആശ്വാസം. എൻ്റെ ഫോണിലാണെങ്കിൽ ചാർജ് 50 ഉള്ളൂ. ഇപ്പോൾ സമയം 10 ആയിട്ടുള്ളൂ. ഇനി ഈവനിങ് വരെ ഒരു 7 ഒക്കെ ആവും തോന്നുന്നു, 7-8 ഒക്കെ ആവും തോന്നുന്നു ഇവിടെ കാത്തു വരെ. ചാർജ് മിക്കവാറും ഓഫായി പോകും കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോണൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ റേഞ്ചും കാര്യങ്ങളില്ലാത്തതുകൊണ്ട് നെറ്റൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് വൈഫൈ മാത്രമേ, ഞാൻ സിമ്മൊന്നും എടുത്തില്ലല്ലോ. എന്തുവാ വെറുതെ. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കാനായിട്ടാ നോക്കങ്ങടെ പോണേന്ന്. നല്ല വലിയ വേവ്സാണ്ടാ, ഒരു പേടിയില്ല. ഞാനൊക്കെയാണെങ്കിൽ ഇവനോട് ഓടിയനെ. ഇവിടെ കറി ഉണ്ടാക്കിക്കൊണ്ട് വന്നതൊന്നും കൂടി ചൂടാക്കുന്നു. അരി കഴുകി വെച്ചു. ഇനി അടുപ്പിൽ ഒന്നും കഴിക്കുന്നതല്ല. നമ്മൾ മീൻ പിടിക്കാൻ പോകുകയാണ് ഗായ്സ്. വെള്ളത്തിന്റെ ഭംഗിയേ ഇങ്ങനെ മീൻ പിടിക്കാം. വെള്ളം നല്ല തണുപ്പുണ്ട്. ബട്ട് രണ്ടും മൂന്നും കളർ ചേഞ്ച് ആയതുണ്ട്. കളർ ചെയ്യാറ്. ഇതെന്ത് ഫിഷാണോ? ഫിഷിനെക്കാളും സ്പീഡിൽ പോണ്. ഓ ഒരാൾ അവിടെ. നമ്മളിതാ ഇപ്പൊ അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് അടുത്ത മീൻ. അയ്യോ നല്ല ഡെപ്ത് ഉണ്ട് ഇവിടെ. യെസ്, ഫൈനലി ഒരു മീനെ കിട്ടി ഗൈസ്. ഇത്ര നേരത്തെ ശ്രമത്തിന് ശേഷം രണ്ടാമത്തെ മീനാട്ടിത്. ഓ വലിയ മീൻ തന്നെ. അവിടുത്തെ പിലോപ്പിയാണോ? ആണോ? പല്ലുണ്ടോ അതിന്റെ?
കളർഫുള്ളായിട്ട് കേട്ടോ. ഇവരിതൊന്നും കഴിക്കില്ല. ഇവര് ഇച്ചിരി കൂടി വലിയ മീനുകളൊക്കെ ഉണ്ട് കഴിക്കാൻ. കാണുന്ന ഡാർക്ക് കളർഫുൾ ഇതിൻ്റെ അടിയിൽ റോക്സ് ആണ് കേട്ടോ. डीप था वो, हल्का नहीं था, बहुत डीप था। अन्य बोले ना ना उन मुद्दे में लो बोट किधर बोट हुए मैं अरे इच्चू वाले वाली कौन था होते ये वाली उन मुद्दे में ला माऊंगे बहुत ज़्यादा मतलब बोट को पकड़े हुए थे मैं चुन ले ला ये तो बुनी पोड़ ये पोड़ മീനൊക്കെ കട്ട് ചെയ്ത് മസാലയൊക്കെ തേച്ചിട്ട് കാറ്റാറിനും കത്തിക്കാൻ പറ്റാണ്ട് ബെഡ്ഷീറ്റ് ഇട്ട് മൂടി കത്തിക്കണ കേട്ടോ. ഫൈനലി കത്തി അങ്ങനെ 4-5 ടൈംസിന് ശേഷം കത്തിയിട്ട. ഇവിടത്തെ ഫിഷ് മസാലയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓ കറി You're crying, baby. എനിക്കറിയാം, ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാ. ഇങ്ങനെ ഫിഷ് വെക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബാക്കിയെല്ലാം റെഡിയാണ്. റൈസും കറിയും എല്ലാം റെഡിയാണ്. വ്ലോഗാണ്. വ്ലോഗിൽ മെയിൻ ബ്രോ ആയിരിക്കും. റെഡി. ഗൈസ് അങ്ങനെ ഫൈനലി ഫുഡ് കഴിക്കണേണ്. ടൈം 1:45. ഫുഡ് റെഡിയായി. റൈസ്, ട്യൂണ കറി, പപ്പർ, ഫിഷ് ഫ്രൈ ആൻഡ് പിക്കിൾ. ടൈം ഇപ്പോൾ 6:30 ആയി. ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിഞ്ഞിട്ട് നേരെ അവിടെ ചെന്ന് കടലിൽ ചെന്ന് പാത്രമൊക്കെ കഴുകിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെറുതെ വെള്ളത്തിലിറങ്ങിയതാണ്. അപ്പോഴേക്കും ബോട്ട് വന്ന് വേറെ സ്ഥലത്തേക്ക് വന്നത്. അങ്ങനെ ലാസ്റ്റ് പോയി കഴിഞ്ഞ് കുറച്ച് നേരത്തേക്കും ബോട്ടിലെ ഫ്യൂവല് തീർന്നു പോയി. ലാസ്റ്റ് അതെത്താനായിട്ട് 6:15 എന്തോ ആയി. അതുവരെ ആ ഒരു 2 എന്തോ മുതൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ 6:15 വരെ ഞങ്ങൾ വെള്ളത്തിൽ തന്നെ പറ്റിയതുള്ളൂ. അപ്പോൾ തിരിച്ചിട്ട് എല്ലാം പാക്ക് ചെയ്ത് പോകണം. ഇങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കണ്ട. ഇപ്പം തന്നെ ഇറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം
ഫ്ലാഷ് ലൈറ്റ് നല്ല ഇരുട്ടുണ്ട്. ഈ ഫ്ലാഷിൻ്റെ ലൈറ്റിലാണ് ഇവിടെയൊക്കെ കാണുന്നത്, അല്ലെങ്കിൽ നല്ല ഇരുട്ടാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ എല്ലാം എടുത്തു പാക്കൊക്കെ ചെയ്തിട്ട് ഇറങ്ങുകയാണ്. ബോട്ട് ഇതാ അവിടെയാണ് കിടക്കണം, കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഈ ബോട്ട് അവർ പോയി എടുക്കുന്നു, മീൻസ് വലിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും. ഇതൊക്കെ അങ്ങനെ ഫൈനലി ഞാൻ മിനിക്കൂളുടെ 2 എൻഡും കവർ ചെയ്ത് കഴിഞ്ഞിട്ട് 5 ദിവസം പ്രസൻറ്റും ഇന്ന് ഈ സിംപിളെങ്കിലും കവർ ചെയ്തിട്ടാണ്. ഗൈസ്, how was the day? Awesome. എല്ലാരും ടാൻ ആയപ്പോ സന്തോഷായില്ലേ? ബോട്ടൊക്കെ സെറ്റായി, നമുക്കിനി കേറണ്ടേ? നൈറ്റ് ആയതുകൊണ്ട് കണ്ണ് കാണാൻ പറ്റാത്തതുകൊണ്ട് മാപ്പൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് നമ്മള്. നീങ്ങളല്ലേ?